പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരായ കേസ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെളിവില്ല എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കേസ് അവസാനിപ്പിച്ചത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയെ വെള്ളപൂശിയതുകൊണ്ട് കേസ് അവസാനിക്കില്ല എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. പുനർജനി കേസുമായി ബന്ധപ്പെട്ട ആരോപണമുയർന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. കേസ് അന്വേഷിച്ചതും മുൻ സർക്കാർ തന്നെ. എന്നാൽ 2 വിജിലൻസ് സംഘങ്ങൾ അന്വേഷിച്ചിട്ടും തനിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെയാണ് കേസ് അവസാനിപ്പിക്കാൻ വിജിലൻസ് തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താൻ പറഞ്ഞിട്ടാണ് മുൻ LDF സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വിജിലൻസ് അന്വേഷണം നടത്തി എന്റെ ആവശ്യമില്ല, ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. അന്വേഷണം നടത്തിയിട്ട് ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസ് ഗവൺമെന്റ് കൊടുത്തു. അന്ന് അത് അംഗീകരിച്ചു. അതേസമയം പുനർജനി കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുമെന്നും പുനർജനിക്ക് പിന്നിൽ ബെനാമി ഇടപാട് നടന്നിട്ടുണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പുനർജനി കേസ് സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് പറവൂരിൽ നടന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. വി ഡി സതീശനെ കുറ്റവിമുക്തമാക്കുന്ന ഒരു പരസ്യ പ്രഖ്യാപനം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയെ വെള്ളപൂശി അവതരിപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ വരും ദിവസങ്ങളിലും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. റിപ്പോർട്ടർ, കൊച്ചി.